ഗുഡ് മോർണിംഗ്. 2024 ജൂൺ 22-ാം തീയതി കാച്ചിൽ എങ്ങനെ മരങ്ങളിൽ പടർത്താമെന്ന് ഞാൻ നിങ്ങളെ വിശദമായി പറഞ്ഞു തരാം. ഈ കാണുന്ന ഒരു മാവ് 30 അടി പൊക്കമുള്ളതാണ്. ഇതിൽ ഞാൻ 3 വർഷം മുമ്പ് ഒരു പ്ലാസ്റ്റിക് വയർ കെട്ടി താഴേക്ക് ഇട്ടിരുന്നു. ആ പ്ലാസ്റ്റിക് വയറാണ് ഞാൻ കഴിഞ്ഞ 3 വർഷവും ഇത് മരങ്ങളിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയർ ഉപയോഗിച്ചാൽ 1 വർഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനാൽ നിങ്ങൾ പ്ലാസ്റ്റിക് വള്ളി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കാച്ചിൽ പറിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് നമ്മൾ ഫെബ്രുവരിയോ ജനുവരിയോ പറിക്കും. ആ കുഴി വലുതാക്കിയിട്ട് അതിൽ കുറച്ച് ഇലകൾ ഇട്ടതിന് ശേഷം കമ്പോസ്റ്റ് വളമിട്ട് ഈ കാച്ചിൽ വെച്ച് മൂടി ഇട്ട് കഴിഞ്ഞാൽ പുതുമഴ വരുമ്പോൾ ഇത് മുളയ്ക്കുകയും നേരത്തെ തന്നെ മരങ്ങളിൽ കയറാൻ തുടങ്ങുകയും ചെയ്യും. അതിനാൽ നമുക്ക് പണിയും ലാഭിക്കാം, പൈസയും ലാഭിക്കാം. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങൾക്ക് കാച്ചിലിന് എങ്ങനെ നമുക്ക് വള്ളി കെട്ടി കയറ്റി വിടാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു തേക്കാണ് എനിക്കുള്ളത്. ഏതാണ്ട് അതിൻ്റെ ഒരു 20 അടി പൊക്കം വരെ കമ്പുകളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാച്ചിൽ കയറ്റി വിട്ടാൽ നല്ലപോലെ കയറ്റം കിട്ടും. 20 അടി പൊക്കത്ത് തന്നെ ധാരാളം മതി കാച്ചിലിന്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3 കാച്ചിലാണ് ഇവിടെ നട്ടിരിക്കുന്നത്. 1, 2, 3. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആദ്യമേ തന്നെ ഒരു കല്ലിൽ ഈ പ്ലാസ്റ്റിക് വള്ളി കെട്ടിയിട്ട് അതിൻ്റെ അതിൽ എറിഞ്ഞ് കവലയിൽ കല്ല് ഉടക്കി ഇരുത്തി അതിനെ വലിച്ച് മുറുക്കിയിട്ട് ഈ നടുക്കത്തെ ഇതേ കൊണ്ടുവന്ന് അതിനെ കെട്ടി ഇവിടെ ഉറപ്പിച്ച് ഇവിടെ ഇതിന് നല്ല ബലമായി. അതിന് ശേഷം ഇത് കെട്ടുന്നതിന് മുകളിൽ കയറി ഈ ഏണി വെച്ച് മുകളിൽ കയറിയിട്ട് അവിടെ ഒരു ജംഗ്ഷൻ പോയിൻ്റ് ഉണ്ടാക്കി അവിടെ ഒരു ഹുക്കിട്ട് അതിൽ നിന്ന് 2 വള്ളി ഇടത്തേക്കും വലത്തേക്കും പോകത്തക്ക രീതിയിൽ നീളത്തിൽ കണ്ടിച്ച് അവിടെ കെട്ടിയിട്ടു. അപ്പോൾ അതൊരു ജംഗ്ഷൻ പോയിൻ്റായി. ആ ജംഗ്ഷൻ പോയിൻറ്റിൽ നിന്ന് ഈ വള്ളി ഇവിടെ കൊണ്ടുവന്ന് ഈ കുറ്റിയിലേക്ക് കെട്ടി ഉറപ്പിച്ചു. ഇനി ഇത് അനങ്ങുകയില്ല. അതിനുശേഷം അതുപോലെ മറ്റേ കുറ്റിയിലും കിട്ടും. അതിനുശേഷം ഇത് നീണ്ട ഈ കാച്ചിലിൻ്റെ ഇല തണ്ടുകൾ. ഇത് എന്താ പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും വലത്തേക്ക് വേണം ഇതിൻ്റെ പിരിയെടുക്കാൻ. ഇത് കാച്ചിൽ ഇങ്ങനെ എടുത്തിട്ട് വലത്തേക്ക് ചുറ്റി ഈ കവലേക്കൂടെ എടുത്ത് ഈ വള്ളിയുടെയും വലത്ത് വശത്തോടെ ചുറ്റിയെടുക്കണം. എടുത്ത് മുകളിൽ കൊണ്ടുപോയി ഇവിടെ ഞാൻ ഒരു കയർ ഉപയോഗിച്ച് മെല്ലെ കെട്ടി അവനെ അവിടെ നിർത്തി. എപ്പോഴും കെട്ടുന്ന കയർ ഉപയോഗിച്ചേ കെട്ടാവുള്ളൂ, ഇല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ചുറ്റി വലത്തോട്ടാണ്. നമുക്ക് കാണാം, ഇത് വലത്തേക്ക് ചുറ്റിയാണ്, വലംപിരിയാണ്. കണ്ടോ, ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ടൈറ്റാവും, അങ്ങോട്ട് കണ്ടോ, ഇതും വലത്തേക്കാണ് ചുറ്റിക്കുന്നത്. അപ്പോൾ കാച്ചിൽ അവൻ്റെ സ്വയം ആയിട്ട് തന്നെ വലത്തേക്കാണ് ചുറ്റുന്നത്. എല്ലാ ചെടികളും വലത്തേക്ക് ചുറ്റിയാണ് കയറുന്നത്. അത് നമ്മുടെ ഭൂമിയുടെ ചുറ്റുന്ന ഭൂമി കറങ്ങുന്നതിൻ്റെ അനുസരിച്ചാണ് അവർ ഇത് മുകളിലേക്ക് കയറുന്നത്. സസ്യങ്ങൾക്കും ഭൂമിയുടെ കറക്കത്തെപ്പറ്റി നല്ല ജ്ഞാനമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാനിപ്പം വലത്തേക്ക് ചുറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. എന്നിട്ട് ഇവിടെ ഒരു കയർ വെച്ച് അവനെ ബന്ധിച്ച് ഇവിടെ ഞാനൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ആകുമ്പോഴത്തേനും ഇവിടെ ഒരു കയറിട്ട് കെട്ടും. പിന്നീട് താഴേക്ക് ഊർന്നു പോരായിരിക്കാനാണ്. ഇങ്ങനെ നമുക്ക് ഇവനെ 3 ചെടികൾ ഒറ്റ വള്ളിയിൽ കയറ്റി മുകളിലേക്ക് വിടാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി പൂഞ്ഞാർ കുരിയെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കാച്ചിൽ കയറ്റി 3 കാച്ചിലിന് ഒരു വള്ളി മതിയാവുന്നതാണ്. നമ്മൾ എപ്പോഴും കാച്ചിൽ നടുമ്പം തന്നെ ഒരേ അകലത്തിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇവനെ കയറ്റി വിടാൻ സാധിക്കുന്നതാണ്. ഞാൻ പറിച്ചപ്പോൾ തിരിച്ച് ആ കുഴിയിൽ തന്നെ നട്ട കാച്ചിൽ ഇപ്പോൾ ഏതാണ്ട് 30 അടിയോളം ഉയരത്തിൽ കയറി. അതിന് പകരം ഈ വർഷം ഞാൻ നട്ട കാച്ചിൽ ഇപ്പോൾ ഏതാണ്ട് 8 അടി മാത്രമേ വളർന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു.